പോയി തന്നാളും അല്ല ഇന്നെന്താണെന്തോ മേഘമാസകലം കുരുവൊക്കെ വരച്ച്. അച്ഛ ഇത് കുരു വരച്ചതല്ല, പൂച്ച മാന്തിയ സ്ഥലത്തെ ഓയിൽമെന്റ് തേച്ചതാ. ഇന്ന് കൽക്കട്ടയിൽ നിന്നും നഗരനും ഭാര്യയും വരുന്ന ദിവസമാ. അച്ഛന്റെ കരുനാക്ക ദാ അവരെത്തി. അമ്മാമേ അമ്മാമേ മോളെ അല്ലി ശ്രീദേവി, ഇതാരൊക്കെയാ വന്നിരിക്കണേ നോക്കിയേ. കൽക്കട്ട പോയതിനു ശേഷം നകുലേട്ടനാകെ അങ്ങ് കരിക്കട്ട പോലെയായി. അമ്മാമയെ കിടലും കൊണ്ടിരിക്കുന്ന പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനവിടെ നിൽക്കുന്നത്. എന്താ അമ്മാമേ, ഞാൻ ഇനി കൽക്കട്ടയിലേക്ക് പോകുന്നില്ല. നന്നായി, ഇനി എല്ലാവർക്കും പട്ടിണി കിടന്ന് ചാകാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല. മാടമ്പള്ളിയിൽ യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, ജിന്നുണ്ട്, റമ്മുണ്ട്, ബ്രാൻഡിയുണ്ട്, വോഡ്കയുണ്ട്. അമ്മാമ ഇത് മാടമ്പള്ളി തറവാടോ അതോ ബാറോ? അതല്ല, മാടമ്പള്ളിയിൽ താമസിക്കുന്നവർക്ക് കൊള്ളാം, പക്ഷേ തെക്കിന് തുറക്കരുത്. അതെന്താ? അടയ്ക്കാൻ പാടാ. പട്ടിണിയിടുന്ന് മരിച്ച ദുരാത്മാക്കൾ തളർന്നുറങ്ങുന്ന സ്ഥലമാ തെക്കിനി. നമ്മളായിട്ടെന്തിനാ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അർത്ഥാനമില്ലാന്ന് പറയണേ. കുട്ടികൾ പെട്ടിയെടുത്ത് അയത്തു വെക്കുക. അല്ല പിന്നെ നകുലേട്ടനല്ലേ പറഞ്ഞത് ഇവിടെ അമൂല്യങ്ങളായ രത്നങ്ങളുണ്ടെന്ന്? എന്നിട്ടിപ്പോ അമ്മാവും പറയുന്നു തെക്കിനി തുറക്കരുതെന്ന്. എടി മണ്ടിപ്പെണ്ണെ, തെക്കിനെ തുറക്കരുതെന്ന് പറയുന്നത് അമ്മാവന്റെ ഒരു ടെക്നിക്കല്ലേ? ആണോ? അതുകൊണ്ട് ഈ തറവാട്ടിലെ എല്ലാ തെക്കിനെയും നീ തുറക്കണം. അതിന് താക്കോല് വേണ്ടേ? എടി അതിനു വേണ്ടിയല്ലേ ഞാൻ ചന്തുവിനെ വിട്ട് തെക്കിനിയുടെ താക്കോല് തന്നെ പണിയിപ്പിച്ചത്. ഇന്നാ കൊണ്ടുപോയി തുറക്ക്. ചന്തു, തെക്കിനി ആരോ തോന്നിരിക്കണു. ഇവിടെ അനർത്ഥങ്ങൾ നടന്ന വിവരം എത്രയും പെട്ടെന്ന് ബ്രഹ്മതന്ത്രിമേനെ അറിയിക്കാം. കാത്തുപറമ്പനെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. കണ്ടോളൂ കണ്ടോളൂ, നന്നായിട്ട് കണ്ടോളൂ. അല്ല പിന്നെ ഇതോ കാട്ടുപറമ്പൻ, തെക്കിനി ആരോ തുറന്നിരിക്കണോ. അനർത്ഥങ്ങൾ തുടങ്ങി. ഞാൻ എത്രയും പെട്ടെന്ന് ഈ ചെറുന്ന് ജപിച്ചു തരിക. ഇത് ചെറുത് 4 മീറ്റർ വീതി 10 മീറ്റർ നീളമുള്ള ഇതിനെക്കാട്ടും മുട്ടക്കാട്ടിൽ ഒരു ചരടല്ലേ നമ്മൾ ആരെ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ആരെന്തിനാണോ ചെല്ലി കിട്ടിയിരിക്കണേ? എടോ, ഇതൊക്കെ വല്ല നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാം ഈ ചാസമാരുടെ കളിയല്ലേ. എടോ മേന്നെ, ആ ചെറിയ സ്മാർട്ട് വാല്യ ചെറിയ തകടി കഴിച്ചോളൂ. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. അത് തന്നെയാണോ ചോദിക്കുന്നത്? ഞാനത് നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചു നീ ആരാണെന്ന്. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞുതരാം നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന്. ശങ്കരൻ തമ്പി, നീ ആരാണി? ഇതിന് തുറക്കൂലി പട്ടി. ഞാൻ കഥ പറഞ്ഞിട്ട് നിന്റെ ടെൻഷനിൽ വെച്ചിട്ട് എന്റെ തൊണ്ടക്കുഴി കുസ്തി ഇറക്കി ചോര കുടിക്കാൻ മോളെ തുറക്കൂലി കള്ള നായിന്റെ മോളെ. കള്ള തമ്പി, നീ ഒരു കാലത്ത് ഗുണം പിടിക്കണ. നീ എന്നെ കൊല്ലിക്കാൻ കൊണ്ടുവിട്ടാങ്ങണ പട്ടിച്ചച്ഛൻ. അമ്മാവ, കുറെ ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്. സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്ക് താഴെ വീഴുന്നു, തലയുടെ മുകളിൽ കൂടെ കിണ്ടി പറക്കുന്നു. അങ്ങനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താനെന്താ ഉദ്ദേശിക്കണമെന്ന് തെളിച്ചു പറയണോ? അമ്മാമേ, ശ്രീദേവിക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. എന്താ താനീ പറയണേ? എന്റെ ശ്രീദേവിക്ക് ഭ്രാന്തോ? അമ്മാമ ഇനി ഒന്നും പറയണ്ട. അതിനുള്ള പ്രതിവിധിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ത് പ്രതിവിധി? അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട് സണ്ണി ഇന്ന് ഇവിടെ എത്തും. സണ്ണി വന്നു കഴിഞ്ഞാൽ ശ്രീദേവിയുടെ മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഭ്രാന്ത് മാറ്റും. ഇത് വേണ്ടതെല്ലാം ഒരുമിച്ച് അങ്ങനെ അനുഭവിക്കുക. സണ്ണി, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ലോകത്തുള്ള സകലരെയും വിളിച്ചു. എടാ നകുല, എന്നെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഈ നമ്പർ നീ ഇതുവരെ മാറിയില്ലേ?
എടാ സണ്ണി, ഇവിടുത്തെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. പ്ലീസ് ഹെൽപ്പ് മീ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നത്തെ രാത്രി നീ എനിക്ക് താ. കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ. ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ കീഴാറ്റൂരില്ലത്ത് നിന്നും ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ട് വരിക. എന്താ കാര്യം? ഈ ചാർട്ട് ഇവിടെ തരാൻ പറഞ്ഞു. ചന്ദനത്തിരി, കർപ്പൂരം, തേങ്ങ, വെളിച്ചെണ്ണ, 15 കസേര, സോഡ, കാപ്പി, ആവശ്യത്തിന് ജനറേറ്റർ 5000 വാട്ട്സ്. അമ്മാമ്മ എന്താ ഇത്? ഇതാണോ ബാധയ്ക്കുള്ള ചാർട്ട്? ക്ഷമിക്കണം, മാറിപ്പോയി. ഇത് ബാധയ്ക്കുള്ള ലിസ്റ്റ് അല്ല, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ബാധയ്ക്കുള്ള ലിസ്റ്റാ. ഇതാ ചാർട്ട്. ഇത് ചാർത്തോ അതോ തോർത്തോ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വേണ്ട, ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്നാ തിരുമേനി പറഞ്ഞിരിക്കണേ. ഔ, സമാധാനായി. എല്ലാം പൊതിഞ്ഞ് വണ്ടിയിലേക്ക് വെച്ചോളൂ, ഇല്ലത്ത് പോയിട്ട് കഴിച്ചോളാം. നകുല, ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബാംഗ്ലൂർ 91.9 നാട്ടിലിംഗ് പാസായി. മനുഷ്യൻ വെറുതെ പേടിച്ചുപോയി. സണ്ണി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? അതൊക്കെ പിന്നെ പറയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ ഉദ്ദേശിക്കുന്നത് പോലെ മാടമ്പള്ളിയിലെ മാനസിക രോഗി ശ്രീദേവി അല്ല, പിന്നെ നിന്റെ ഭാര്യ ഗംഗയാണ്. സണ്ണി, ഞാനപ്പോ ഇത്രയും നാളും സിംഹത്തിന്റെ മടയിലാണോ താമസിച്ചത്? ഇങ്ങോട്ട് വരിക. അല്ല, അവിടെ ഇരുന്നിട്ടേ. ഇവിടെ ഇരുന്നിട്ട്? എടോ, വീട്ടിലിരുന്നിട്ട് എനിക്ക് യാതൊരു ഇരിക്കപ്പുറത്തേക്കും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നത്. എവിടെയോ കണ്ട പോലെ കൺഷാപ്പിലാണോ അതൊരു ബാറിലോ മറ്റാണോ? എത്ര ആലോചിച്ചിട്ടുണ്ട്, കിട്ടണില്ല. തിരുമേനി മറന്നു, ഒരിക്കലും 1-ാം തീയതി സാധനം കിട്ടാതെ കൈവറച്ച സമയത്ത് സണ്ണിക്കുട്ട നമുക്ക് ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല. ലോകപ്രശസ്തമായ 2 ഗ്രന്ഥങ്ങൾ പൊക്കിയതിന്റെ കേസ് ഇവന്റെ പേരില്ല. ഒന്ന് മണ്ണൂസും, പിന്നെ മാത്രമല്ല പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി. ഇവരെ കണ്ട വെട്ടാൻ നടക്കുക. കസാര എടുത്ത് പുറത്തേക്ക് ഇടുക. ഇതിൽ 2 പേരും അവിടെ തന്നെ ഇരിക്കുക. ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിക്കണം. ആയിക്കോട്ടെ. നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക. കേട്ടറിഞ്ഞിടത്തോളം ഇതിന് പ്രതിവിധിയില്ല. ഇറ്റ് ഈസ് ഇൻഷുറബിൾ. തിരുമേനി ഉദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുക. നോ, ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അത് നാട്ടുകാർ പറഞ്ഞറിയാം. മറ്റെന്തെങ്കിലും? തിരുമേനി, ഇതിന്റെ മെഡിക്കൽ സയൻസ് പാരാഡിസ്ട്രോണൽ മെന്റൽ ഡിപ്രഷൻ ഓഫ് ദി കൺട്രീസ് ഓഫ് ദി സ്റ്റാർ എന്ന് പറയും. നന്നായി മോനെ, ഞാനും നിന്നോട് പറയാനായിട്ടിരിക്കേ. തിരുമേനി, ഇന്ന് ദുർഗാഷ്ടമി. ഇന്ന് ഗംഗയിലെ മാനസിക രോഗി പൂർവാധികം ശക്തി പ്രാപിക്കും. ഹോമം, കുടിയിരുത്തൽ, ആവാഹനം, ബാധ ഒഴിപ്പിക്കൽ, അങ്ങനെ ചടങ്ങുകൾ ഏത് തന്നെയായാലും കലണ്ടർ മനോരമ തന്നെ. തിരുമേനി എന്താ ഈ പറയുന്നത്? യു ഷുഡ് അബൌട്ട് സീരിയസ്ലി. എന്ന് വെച്ചാൽ രാമനാഥൻ വന്നാൽ മാത്രമേ ബാധ ഒഴിയൂ. നോക്കി നിൽക്കാതെ നകുലിന്റെ ഡമ്മി എടുക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. ചാക്കോ, ആ ഡമ്മി എടുത്ത് അവിടെ ഇട്. ഇനി അവിടെ നിർത്ത് ഇവിടെ ഇട്. ഇനി അവിടെ ഇരുന്നൊന്ന് വെട്ടിക്കേ. ഇനി അതുപോലെ തന്നെ അവിടെ കിടന്നൊന്ന് വെട്ടിക്കേ. ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? ഡമ്മി എവിടെ ഉണ്ടെങ്കിലും അവിടെ സേതുരാമയ്യ ഉണ്ടാകും. ചാക്കോ, കമോൺ. ഫ്യൂച്ചർ പ്ലാൻ ഇവിടെ ഇരിക്കാൻ, ഈ കളത്തി വന്നിരിക്കാൻ. എന്റെ അച്ഛനാവുന്നത് കളത്തി വന്നിരിക്കാൻ.
അതാരാ എന്താ നോൺ സ്റ്റോപ്പ് ആണോ? ബാധയുടെയാണ് പൂജ നിർത്താൻ പാടില്ല. ബാധ ഒഴിപ്പിക്കാൻ വന്ന രാമനാഥന് ഈ വീട്ടിലെ 3 പെണ്ണുങ്ങളെ കൊണ്ട് പൊള്ളാച്ചിക്ക് വണ്ടി കയറി. ഞാൻ പറഞ്ഞില്ലേ രാമനാഥൻ വന്നു കഴിഞ്ഞാൽ ബാധ ഒഴിയുന്നു. രാമനാഥൻ വന്നു, ഈ വീട്ടിലെ 3 ബാധകൾ ഒഴിയും.